ഹായ്, ഞാൻ ഷാനുദ്ദീൻ. ട്രാവൽ പിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇന്ന് ഡിസംബർ 31 ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ന്യൂ ഇയർ പരിപാടികൾ കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എങ്കിലും നമ്മുടെ അജ്മാനില് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ നമുക്കിവിടെ ഒരു എന്താ പറയുക, വെടിക്കെട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു 3 സ്ഥലത്തായിട്ടാണ് വെടിക്കെട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പോകുന്നത് അജ്മാൻ കോർണിഷ് ഭാഗത്താണ്, അവിടെ നമുക്ക് തൊട്ടടുത്തുള്ളത്. പിന്നുള്ളത് ഇവിടെ കുറച്ച് ജറഫ് എന്ന് പറഞ്ഞൊരു ഏരിയയിലുണ്ട്, പിന്നെ മസ്ബൂത്ത് എന്ന് പറഞ്ഞൊരു ഏരിയയിലുണ്ട്. അപ്പോൾ അവിടെ മൂന്ന് സ്ഥലത്തായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കോർണിഷ് ഭാഗത്ത് പോവാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഉച്ച മുതൽ ചെറിയ മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മഴ ചാറുന്നും ഉണ്ടായിരുന്നു നേരത്തെ പുറത്തു പോകുമ്പോൾ. അപ്പോൾ എന്താണ് അവിടുത്തെ അപ്ഡേറ്റ് ഒന്നും അറിയില്ല. എങ്കിലും ഇപ്പൊ സമയം ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 11:55 ഒക്കെ ആവും. കാരണം വെച്ചാൽ പിന്നെ ആ റോഡൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാനും എന്താന്ന് അറിയില്ല അവിടുത്തെ സ്ഥിതി. എന്തായാലും പോയിട്ട് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. എന്തായാലും വൈകിക്കണ്ട, കാരണം റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് പിന്നെ അങ്ങോട്ട് വണ്ടി കൊണ്ട് പോകാനും പറ്റില്ല. പിന്നെ നടന്നുകൊണ്ട് അധികം വഴിയില്ല. എങ്കിലും എങ്ങനെയാണ് ഇപ്പോഴത്തെ പുറത്തെ സ്ഥിതി എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വേഗം പോവാം. പോകുന്ന വഴിത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇന്നത്തെ വീഡിയോ അതാണ്. ഞങ്ങളങ്ങനെ ഇവിടുന്ന് നടന്ന് നേരെ കോർണിഷിൽ വന്നിട്ട്, അപ്പോൾ വണ്ടി നമ്മൾ കുറച്ച് ഇതിൻ്റെ അകത്ത് ഒരു ഗല്ലിക്കകത്ത് പാർക്ക് ചെയ്തു. അല്ലാണ്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഈ വഴിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ക്ലോസ് ആവും, ഉണ്ടാവും. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ അത് ക്ലോസ് ആവും. പിന്നെ അങ്ങോട്ട് ഇതിലൊന്നും വണ്ടികളൊന്നും കടത്തി വിടില്ല. അപ്പോൾ നമ്മൾ മുൻകൂട്ടി വന്ന് അവിടെ വണ്ടി കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്ത് അതിലേക്ക് നടന്നു വന്നു. അപ്പോൾ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഇതാണ് കോർണിഷ്. ഈ സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്, ഒരു വേലി പോലെ ഇങ്ങനെ കെട്ടി തിരിച്ചേക്കാം. അതുകൊണ്ട് കുടിക്കാണ്ട് ബീച്ചിലേക്ക്, ഇതാണ് ബീച്ച് സൈഡ് വരുന്നത്. അവിടെ കംപ്ലീറ്റ് കെട്ടി തിരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു പ്രോജക്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ. ഇതല്ല, ഇതിൻ്റെ ഇതിനു വേണ്ടി കെട്ടിയേക്കുന്നതല്ല. ഈ ഒരു ഫയർ വർക്കിൻ്റെ കൊണ്ട് കെട്ടിയേക്കുന്നതല്ല. ഇവിടെ എന്തൊരു പ്രൊജക്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബലദിയെ കെട്ടിയിട്ടുണ്ട്. അതായത് മുനിസിപ്പാലിറ്റി ക്ലോസ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് ഈ ഏരിയയിൽ. നമ്മൾ ഇന്നാളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഷേക്കിൻ്റെ കൂടെ വന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളും ഇതെല്ലാം എടുത്തായിരുന്നു, ഇനാഗ്രേഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അതാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് നമുക്കേ അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഇത് വെടിക്കെട്ട് നടക്കുന്നത്. ഈ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമല്ല, അത് കോർണിഷാണ്, അതായത് കടലാണ്. കടലിലാണ് ഇത് നടക്കുന്നത്. അവിടെ ബോട്ടും മറ്റേ വലിയ ഷിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ അതിൻ്റെ അകത്തുനിന്നായിരിക്കും നടക്കുക. ഇവിടെ എല്ലാം മണ്ണെല്ലാം നികത്തി നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം എന്തോ ഒരു കുറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. എന്തായാലും നമുക്ക് കുറച്ചും കൂടി അങ്ങ് മുന്നോട്ട് നടന്നു നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റടാ, കടപ്പുറം എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ സാലിമേ? കടപ്പുറം എന്ന് പറയാം. അത് കണ്ട, ഇതൊക്കെ നമ്മുടെ നാട്ടില് മറ്റേ പണ്ടൊക്കെ ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇരിക്കുന്ന സ്ഥലം പോലെ തന്നെ ഉണ്ട്. പേപ്പറും കാര്യങ്ങളൊന്നും എടുത്തില്ല. കുറെ ആൾക്കാർ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ വന്നിട്ട്, കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് റോഡ്, അവിടെ ഇവിടെ കടല് ഇതാ ഉണ്ടല്ലേ. അപ്പൊ ഈ കടലിൽ നിന്നാണ് പൊട്ടുന്ന സംഭവം. അവിടെ ഒരു ഫ്ലൈറ്റ് പോണെങ്കിൽ ചെറുതായിട്ട് കാണാം. ഭയങ്കര ഇരുട്ടാട്ടോ, അവിടെ വെളിച്ചം കാര്യങ്ങളൊന്നുമില്ല. നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇനി സമയം വരുംതോറും ആൾക്കാർ ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കും. ആൾക്കാരുകളൊക്കെ ഒരുവിധം നിറഞ്ഞു കേട്ടോ. നേരത്തെ ആൾക്കാർ വളരെ കുറവായിരുന്നു. ഇവിടെ ഈ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചതുകൊണ്ട് വലിയ കാര്യമായിട്ട് നമുക്കിതൊന്നും ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. കണ്ടോ, ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ആൾക്കാരുകൾ. പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ എല്ലാവരും തകർക്കാണ്. വെടിക്കെട്ടിന്റെ കാര്യമൊക്കെ എന്താവെന്ന് അറിയില്ല കേട്ടോ. അതൊക്കെ നിറച്ച് മൂടൽമഞ്ഞ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആൾക്കാരുകളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടമാനം ആൾക്കാരുകളായിട്ടുണ്ട്. ലൈറ്റ് വലിയ കുറവായതുകൊണ്ട് എത്രത്തോളം അങ്ങോട്ട് കാണണമെന്നറിയില്ല.
അത് നിറച്ചും മൂടൽമഞ്ഞ് കണ്ടോ ഈ സൈഡിൽ നോക്കി മഞ്ഞ് ഫോഗ് വന്ന് ഇറങ്ങുന്നുണ്ടോ കംപ്ലീറ്റ് ഫോഗ് വന്ന് മൂടി മൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്ക്രീനിൽ ഹാപ്പി ന്യൂ ഇയർ അപ്പൊ സ്റ്റാർട്ടായിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളുടെ വെടിക്കെട്ട് ഹാപ്പി ന്യൂ ഇയർ അതിങ്ങനെ ചിലപ്പോ പൊട്ടിക്കിട്ട് വരായിരിക്കും സൗണ്ട് വലിയ കാര്യമായിട്ടില്ല ഒരു കടലിന്റെ ഇതായതുകൊണ്ടാണ് കണ്ടാവും നോക്കടി നോക്കടി ഇങ്ങോട്ട് നോക്കടി വരാന്ന് ഇതായി അവിടെ നിന്നിട്ട് ബാക്കിൽ നിന്നിട്ട് ഇവിടെ ഈ പറഞ്ഞ മാതിരി ആ വാർഡുപുറം പോലെ വരുന്നത് ഒരുപാട് അകലെന്നാണ് കേട്ടോ അത് കടലിലായതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് കിട്ടുന്നത് പൊട്ടുന്നതിന്റെ കുറച്ചുകൂടി നീങ്ങി പോവാ
പരിപാടി കഴിഞ്ഞാ അങ്ങനെ വെടിക്കെട്ടിന്റെ കാര്യം ഗുദാകവ എന്തും പറയാൻ പറ്റില്ല. ഇത് ഇവിടുത്തെ ഈ ഒരു സെക്ഷനിൽ ഇത് ഉണ്ടായിരുന്നില്ല, 3 സ്ഥലത്ത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയില് ഇത് ഇത്രയ്ക്കെല്ലാം തോന്നി. ഇനി ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും. കണ്ടമാനം ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുകൾ ഉണ്ട്. വഴിയൊക്കെ ബ്ലോക്കാണ് ഉണ്ടോ, ഏരിയയിലൊക്കെ ആൾക്കാരുകൾ ഇങ്ങനെ ഉള്ളു നിൽക്കുന്നുണ്ട്. ചുറ്റും ഇവിടെ ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, അവിടെ ആ ലൈറ്റ് കാണുന്നത് മറ്റേ ഹോട്ടലാണ് കേട്ടോ, ബീച്ച് റിസോർട്ട് ഹോട്ടലാണ് അവിടെ കാണുന്നത്. അവിടെയാണ് ഈ പാർട്ടിയും കാര്യങ്ങളും ഡാൻസ് DJ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയാണ് ആ ലൈറ്റ് ഒക്കെ കാണുന്നത്. അങ്ങനെ അതെല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ്. ഹായ്, നമ്മുടെ ഹോട്ടലിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ, ക്രിസ്മസ് പാപ്പ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ വണ്ടികൾ റോഡൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പുറത്തെ സൈഡിൽ ചെറിയ തിരക്ക്, ഫുൾ ബ്ലോക്കാണ് റോഡ് അപ്പുറത്തെ സൈഡ്. ഈ സൈഡ് വലിയൊരു ബ്ലോക്ക് കാണുന്നില്ല. എന്തായാലും ഭക്ഷണവും കഴിച്ചിട്ടില്ല, അതിനൊന്നും പോകുന്നുണ്ട്. ആംബുലൻസും മറ്റു കാര്യങ്ങളും ഫയർഫോഴ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എവിടേക്കാണെന്ന് അറിയില്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും അറിയില്ല. അങ്ങനെ പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി കേട്ടോ. തിരിച്ച് അവിടുന്ന് പിന്നെ വണ്ടി എടുത്ത് നേരെ പോയി ഹോട്ടലിൽ പോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം വീട്ടിലെത്തി. എല്ലാവരും ഒരേ വഴിക്കായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നേരമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നേരമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ കോർണിഷ് ഭാഗത്താണ് പോയത്. ഒരു 3 സ്ഥലത്തായിട്ടാണ് പ്രോഗ്രാമുകൾ നടന്നത്. ഇതിൻ്റെ വെടിക്കെട്ടിൻ്റെ പരിപാടി നടന്നത് മൂന്ന് സ്ഥലത്തുണ്ടായിരുന്നു. അതിലൊരു സ്ഥലത്താണ് നമ്മൾ പോയത്, കോർണിഷ് ഭാഗത്ത്. അങ്ങനെ ഒരുപാട് നേരമൊന്നും പറയാനില്ല, എങ്കിലും ചെറിയ ഒരു ഇതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ അവിടെ നിന്ന് കണ്ടു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, വഴിയൊക്കെ ബ്ലോക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ ആദ്യം വിചാരിച്ച് ഞങ്ങൾ റാസൽ ടൈമിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മളുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് വേണ്ട കഴിഞ്ഞ 2 പ്രാവശ്യവും അവിടെ തന്നെയായിരുന്നു ഈ ഫയർ വർക്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരുന്നതാണ്. ഈ പ്രാവശ്യം അതേ സെയിം തന്നെ അതിന് വേണ്ടിയിട്ട് അവർ കഴിഞ്ഞ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ പ്രാവശ്യം അതിനും കൂടുതൽ നേരവും ലെങ്ത്തും 4.5 കിലോമീറ്റർ നീളത്തിലായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പിന്നെ രാവിലെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. അവിടേക്ക് വഴി കുറച്ച് ദൂരമുണ്ട്. പിന്നെ ഒരു രാവിലെ 12 മണി 1 മണിക്കുള്ളിലൊക്കെ അവിടേക്ക് ചെന്നില്ലെങ്കിൽ വഴിയൊക്കെ പിന്നെ ബ്ലോക്കാവും. പിന്നെ തിരിച്ചു വരണമെങ്കിൽ നാളെ നേരം വെളുക്കും, അല്ലെങ്കിൽ നാളെ ഉച്ചയോടെ അടുക്കുക, ഒക്കെ അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടേക്ക് പോയില്ല. പിന്നെ ദുബായിക്കും ഇതേപോലെ തന്നെയാണ്, ഭയങ്കര റഷായിരിക്കും. റോഡൊക്കെ ബ്ലോക്കും കാര്യങ്ങളും. ഇത്ര സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെ കടത്തി വിടില്ല. അതിനുശേഷം പിന്നെ തിരിച്ചു വരണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3-4 മണിക്കൂർ എങ്ങനെ പോയാലും റോഡിൽ വരണം. അപ്പോൾ അതിലും ഭേദം നമ്മളിവിടെ കൊണ്ട് ചെറിയ രീതിയിൽ ആഘോഷിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, റൂമിലെത്തി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, കൂടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാപ്പി ന്യൂ ഇയർ.